ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും ഉമ്മച്ചിയും കൂടിയിട്ട് ഒരു ദിവസം രാവിലെ തന്നെ കർമ്മയിൽ പോയി ഫുഡ് കഴിച്ചതും പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി രാവിലെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കർമ്മ റോട്ടിൽ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്ന നല്ല മുട്ടപ്പത്തിരിയും ബീഫും പഴംപൊരിയൊക്കെ കിട്ടുന്ന ഈ ഒരു കടയ്ക്കാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഇവിടെ അത്യാവശ്യം ഫാമിലീസും പിന്നെ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്ന സമയത്താണ് ഉമ്മച്ചിയുടെ ഫ്രണ്ടിനെ കാണുന്നത് കേട്ടോ. അവർ ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടൊക്കെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് നേരം അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പിന്നീട്. അങ്ങനെ നമ്മൾ നല്ല പൊറാട്ടയും മുട്ടപ്പത്തിരിയും ലിവറും ബീഫൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടോട് കൂടിയിട്ട് നല്ല ചൂട് ചായയും ചേർത്തിട്ട് നമ്മൾ ഇതിലൊക്കെ കൂടി കഴിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ, കാരണം രാവിലെ നേരത്തെ വന്ന് കഴിക്കാനൊരു വേറെ വൈബ് തന്നെയാണല്ലോ അല്ലേ. കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അവരെ കിച്ചണിലൊക്കെ ഒന്ന് കയറി 2-3 വീഡിയോസൊക്കെ എടുക്കട്ടെ ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മുട്ടപ്പത്തിരി പൊരിക്കുന്നത് കാണാൻ ഭയങ്കര രസം തന്നെയാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ പൊരിക്കണത് കാണാൻ. അവർ ഭയങ്കര ഫ്ലോയിൽ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പൊരിക്കണത് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് എൻ്റെ ബീഫൊക്കെ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ആൾ ഇരുന്നത് ആ സവോളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ പൊറാട്ട അടിക്കുന്നുണ്ട്, ചായ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ലൈവായിട്ട് എല്ലാം കണ്ടിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഇവിടെ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുക്കതാ ചിലവർക്കൊക്കെ മീനൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവരൊക്കെ കൂടെ ഇങ്ങനെ എല്ലാവരും നിന്ന് മീൻ പിടിക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാനും വെച്ച് കുറച്ച് നേരം അവിടെ നിന്ന് അവർ മീൻ പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. നല്ല രസമുണ്ട് കേട്ടോ രാവിലെ ഈ കർമ്മ റോഡിലത്തെ വ്യൂ കാണാൻ. രാവിലെ അതേ സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിൽ കർമ്മയിൽ വന്ന വേറൊരു വൈബ് തന്നെയാണ് അല്ലേ. ഈ കാക്ക് അത്യാവശ്യം മീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇയാളുടെ നിന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഉച്ചയ്ക്ക് നല്ല ചോറ് മീനാക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് അടുത്തത് വെറുതെ ഈ കർമ്മ റോട്ടിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് കരുതിയിട്ടാ. ജസ്റ്റ് ബോട്ടും വഞ്ചിയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോയി തണലത്തൊക്കെ ഒന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊന്നും ഇത് സ്റ്റാർട്ട് ചെയ്യില്ല കേട്ടോ. ഒരു ഈവനിങ് ഇതൊക്കെ ഓപ്പൺ ആക്കുള്ളൂ. പിന്നെ നമ്മൾ വെറുതെ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് നല്ല ശാന്തമായിട്ട് കർമ്മ കാണാമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഇങ്ങനെ ഒരു ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി മേലൊക്കെ കയറി ജസ്റ്റ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രോഗ്രാംസൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യട്ടെ. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പിന്നീടാണ് കേട്ടോ അവിടുന്ന് തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് ആ ബോട്ടിൻ്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ ഈ വ്യൂ കാണാൻ. അപ്പോൾ ബോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഇതിനും അടിപൊളിയാണ്. പിന്നെ വൈകുന്നേരം ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങിനൊന്നും കയറില്ല കേട്ടോ. അതല്ലാത്ത സമയത്താണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ ഹാർബറിലേക്ക് പോകുന്ന പാലത്തിൻ്റെ അവിടേക്ക് പോയിട്ടോ. അവിടെ ഭയങ്കര രസമാണ്. രാവിലെ തന്നെ കുറേ പേര് വഞ്ചിയിലൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാനായിട്ടും വല ഇടാനൊക്കെ ആയിട്ട് ഇങ്ങനെ കാണട്ടെ. അത് കണ്ടാൽ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ഉമ്മച്ചും കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ സാവധാനമാണ് പിന്നീട് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. നല്ല ഫ്രഷ് മീനുണ്ട് കേട്ടോ. മീനിന് എപ്പോഴും ജീവനുണ്ട് കണ്ട. നമ്മളപ്പോൾ ഈ മീനൊക്കെ വെച്ച് ഇന്ന് ഉച്ചക്ക് നല്ല ചോറും മീൻകറിയും മീൻ പൊരിച്ചതും കുറച്ച് ഉപ്പേരിയും ചമ്മന്തിയൊക്കെ ചേർത്ത് നല്ല ഫുഡും അടിച്ചിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ കുശാലാക്കിയിട്ടുണ്ട്.